മനുഷ്യരുടെ ഒരു ഹരിയോഗ അധ്യാപകനുമാണ്. ഇദ്ദേഹം ഡോക്ടർ പ്രശാന്ത്, ഇദ്ദേഹം രാഹുൽ രാജീവ്, ഇദ്ദേഹം ഒരു വീഡിയോ എഡിറ്ററും ആനിമേറ്ററുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് ഫെബ്രുവരി 15-നാണ്. എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെ നമ്മൾ ഇഷയിൽ മഹാശിവരാത്രി ആഘോഷിക്കാറുണ്ട്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് അവിടെ അതിൽ പങ്കെടുക്കാറുണ്ട്. രാത്രി മുഴുവൻ അവിടെ അതിൽ ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കറിയാം, എല്ലാവർക്കും അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 100-ലധികം TV ചാനലുകളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയും ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം 140 മില്യൺ, അതായത് 14 കോടിയോളം ആളുകൾ ലൈവായിട്ടും അതിൽ ജോയിൻ ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സദ്ഗുരുവിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു തുള്ളി ആത്മീയത, അറ്റ്ലീസ്റ്റ് 1 ഡ്രോപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഇഷ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിക്കുന്നതും ഇതിനുവേണ്ടി തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ ശിവരാത്രിക്ക് നമ്മൾ കേരളത്തിലുടനീളം ഒരു 29ഓളം ക്ഷേത്രങ്ങളുമായി ചേർന്ന് അവിടെയും ഈ ലൈവ് സ്ട്രീമിംഗ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ നമ്മൾ ഇത്തവണ വരുന്ന ജില്ലകൾ വന്നിട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 29 ക്ഷേത്രങ്ങളിൽ ഇത്തവണ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. 1-2 ക്ഷേത്രങ്ങളുടെ പേര് ജസ്റ്റ് പറഞ്ഞു പോകാം. തിരുവനന്തപുരത്ത് കാന്തല്ലൂർ വലിയശാല ടെമ്പിൾ, മണിക്കോട് ശിവ ടെമ്പിൾ വഞ്ഞാർമൂട്, കുളത്തൂക്കര ശിവ ടെമ്പിൾ കുളത്തൂർ കഴക്കൂട്ടം, കോഴിക്കോട് പാർത്ഥസാരഥി ടെമ്പിൾ, പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യ ടെമ്പിൾ, എറണാകുളം മഹാദേവ ടെമ്പിൾ മട്ടാഞ്ചേരിയിലുള്ളത്. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് 29ഓളം ക്ഷേത്രങ്ങളിൽ ഇത്തവണ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഒരുമിച്ച് വന്ന് പങ്കെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ ടെമ്പിളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ലൈവ് സ്ട്രീമിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തവണ രുദ്രാക്ഷം ഒരു പ്രസാദമായിട്ട് താല്പര്യമുള്ളവർക്ക് നൽകുന്നുണ്ട്. അത് സൗജന്യമായിട്ട് തന്നെയാണ് നൽകുന്നത്. ഇത് വന്നിട്ട് നമ്മൾ ധ്യാനലിംഗ ടെമ്പിളിൽ വെച്ച് പവിത്രീകരിച്ച പഞ്ചമുഖി രുദ്രാക്ഷങ്ങളാണ്. പഞ്ചമുഖി രുദ്രാക്ഷം ആകുമ്പോൾ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, ഏത് ജീവിത സാഹചര്യത്തിൽ, അതായത് നിങ്ങൾ കുടുംബസ്ഥരാണെങ്കിലും ആത്മീയ പാതയിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ധരിക്കാവുന്ന രുദ്രാക്ഷങ്ങളാണ് പഞ്ചമുഖി രുദ്രാക്ഷങ്ങൾ. ഇത് നമ്മൾ സൗജന്യമായിട്ട് അവിടെ നൽകുന്നുണ്ട്. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ആ ഒരു സമയത്ത്, ആ ഒരു രാത്രിയിൽ അവിടെ അന്നദാനവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാശിവരാത്രി ദിനത്തിൽ ഞങ്ങൾ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇഷയിൽ കൊടുക്കാൻ കാരണം, ആ ഒരു ദിവസം നമുക്ക് നമ്മുടെ ആത്മീയതയും അല്ലെങ്കിൽ നമ്മുടെ അവബോധവും എല്ലാം കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ആ ഒരു രാത്രിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഹാശിവരാത്രിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു രാത്രി നമ്മൾ നട്ടെല്ല് നിവർന്നിരിക്കുക എന്നുള്ളതാണ്. നട്ടെല്ല് നിവർന്നിരുന്നുകൊണ്ട് ഉറങ്ങാതെ ഉണർവോടുകൂടി ഒരു രാത്രി മുഴുവൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ദിവസം മുഴുവൻ അങ്ങനെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ആവശ്യമായതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടിയും ഒരു ആനന്ദത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷത്തെ പോലെയും ഇത്തവണയും വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് നമ്മൾ ഇഷയിൽ ചെയ്തിരിക്കുന്നത്. അത് 15-ാം തീയതി വൈകിട്ട് 6 മണിക്ക് തുടങ്ങി 12 മണിക്കൂറോളം, രാവിലെ 6 മണി വരെയും കണ്ടിന്യൂസ് ആയിട്ട് ആർട്ട് പ്രോഗ്രാംസും സോങ്സ്, ഡാൻസ്, അങ്ങനത്തെ പ്രോഗ്രാംസും അതിനോടൊപ്പം തന്നെ ആത്മീയതയുമായി ചേർന്നിട്ടുള്ള ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസും എല്ലാം അവിടെ നടക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കത് ഓൺലൈനായിട്ടും ലൈവ് സ്ട്രീമിലൂടെ എല്ലാം അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.